ആയത്തുള്ള ഖമേനി എന്ന് പറയുന്ന വ്യക്തി, അതായത് ഇറാന്റെ പരമോന്നത നേതാവ്. ഇസ്രയേലിന്റെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഖമേനിയാണ്. പക്ഷെ ഖമേനി ജീവിച്ചിരിപ്പുണ്ടോ? ഖമേനി മരിച്ചോ? അല്ലെങ്കിൽ ഇസ്രയേൽ അല്ലെങ്കിൽ മൊസാദ് ഖമേനിയെ കൊന്നോ? ഇതിനെക്കുറിച്ചൊന്നും ഒരു സ്ഥിരീകരണവുമില്ല. പക്ഷെ ഖമേനിയുടേത് എന്ന പേരിൽ യുദ്ധാഹ്വാനങ്ങൾ അല്ലെങ്കിൽ ഇറാന് വേണ്ടി എന്ന തരത്തിൽ പ്രചരിക്കുന്ന പ്രസ്താവനകൾ, അത്തരത്തിലുള്ള വോയിസ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. മുറയ്ക്ക് അത്തരം ശബ്ദ സന്ദേശങ്ങൾ ഇറാന് ലഭിക്കുന്നു, ലോകത്തിന് ലഭിക്കുന്നു. യഥാർത്ഥത്തിൽ ഖമേനി ജീവിച്ചിരിപ്പുണ്ടോ? അല്ലെങ്കിൽ ഇറാൻ ലോകത്തെ മുഴുവൻ ഖമേനിയുടെ ശബ്ദത്തിൽ ആളുകളെ പറ്റിക്കുകയാണ്? അത് നമുക്കറിയത്തില്ല. പക്ഷെ ഇപ്പം G7-ൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അമേരിക്കയിൽ പ്രത്യേക ആഭ്യന്തര യോഗം വിളിച്ചു. കാരണം അവിടെ എനിക്ക് നയതന്ത്ര കാര്യാലയത്തിനകത്ത് ആക്രമണം ഉണ്ടായെന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ഇറാന്റെ ഭാഗമായിട്ട് നിന്നും. അപ്പം അവിടുന്ന് ടെഹ്റാനിൽ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകണം എന്ന് നെതന്യാഹുവും ഇസ്രയേലും പറഞ്ഞതിന്റെ പുറകിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞതായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. അമേരിക്കൻ ഷിപ്പുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് വളരെ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആണവ പോർമുഖങ്ങൾ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്മിത്ത്, അതിന്റെ പേര് അങ്ങനത്തെ സ്മിത്ത് കപ്പലിന്റെ പേര് സ്മിത്ത് എന്നാണെന്ന് തോന്നുന്നു. തെറ്റാണെങ്കിൽ ശ്രമിക്കുക. അല്ലെങ്കിൽ ആണവ പോർമുഖങ്ങൾ വഹിക്കാനുള്ള വിമാനങ്ങൾ അതുമായിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നു. ജർമ്മനിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രാൻസ് വന്നിട്ടില്ല. ജർമ്മനിയും അല്ലെങ്കിൽ ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോർ വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്കും യുദ്ധക്കപ്പലുകൾ നീക്കി തുടങ്ങി. അതായത് നാറ്റോ, യൂറോപ്യൻ, അമേരിക്കൻ രാജ്യങ്ങളുടെ നീക്കം ഇറാനെതിരെ സജ്ജമാക്കുന്നു. ഏതൊരവസരത്തിലും ഇറാനെ വളഞ്ഞിട്ടാക്രമിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിലേക്ക് അവർ ഒരുങ്ങിയിരിക്കുന്നു. അതായത് ഇസ്രയേൽ ഒറ്റയ്ക്കല്ല ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത്. ഈ പറയുന്ന നീതു പറഞ്ഞതുപോലെ ഖമേനിക്കെതിരെ, ഇറാനെതിരെ അല്ലെങ്കിൽ ആ ഭരണ സംവിധാനത്തിനെതിരെ എന്നുള്ള രീതിയിലേക്ക് ഉള്ള പറച്ചിലും വാക്കുമൊക്കെ വന്നു കഴിഞ്ഞു. ഖമേനി ബംഗറിൽ പോയെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് കുടുംബവും. പക്ഷേ ഇപ്പോഴത്തെ ഇതുവരെയുള്ള യുദ്ധം നോക്കുമ്പോൾ ചിട്ടയായിട്ടുള്ള യുദ്ധത്തിനകത്ത് ഹമാസിന്റെ അടുത്തും ഹിസ്ബുള്ളയുടെ അടുത്തും ഒരുപക്ഷെ ഹൂത്തികളുടെ അടുത്തും യുദ്ധം ചെയ്തപ്പോൾ തന്നെ തലവനെ തട്ടി അന്തഛിദ്രമുണ്ടാക്കി അതിനകത്ത് നിയന്ത്രിക്കാനില്ലാത്ത ഒരവസ്ഥയിൽ ആയുധബലം നശിപ്പിച്ചു പോകുന്ന ഒരു യുദ്ധതന്ത്രമാണ് ഇസ്രായേൽ പ്രയോഗിച്ചിട്ടുള്ളത്. അതേ യുദ്ധതന്ത്രം തന്നെയാണ് കഴിഞ്ഞ ദിവസം. അതിന് മുമ്പുള്ള അറ്റാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റഡ് അറ്റാക്ക്, അത് ഇതുപോലെ കൊല്ലാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു ക്ഷതം അല്ലെങ്കിൽ ഒരു താക്കീത് എന്നുള്ള രീതിയിലായിരുന്നു ബൈഡൻ ഇരുന്ന സമയത്ത്. അന്ന് 5 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് നല്ല നാശനഷ്ടം ഉണ്ടാക്കി. പക്ഷെ ഇന്നലത്തെ ഒരു അറ്റാക്ക് അതാരും ഉദ്ദേശിച്ചിരുന്നതല്ല. ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. എന്നുണ്ടാകുമെന്നും എപ്പോഴുണ്ടാകുമെന്നും അറിയാമായിരുന്നില്ല. കാരണം വിമാനം കയറിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിൽ അറിയിച്ചു. എന്നാൽ ഇന്ന സമയത്ത് ഉണ്ടാകും, ഇന്ന രീതിയിൽ ഉണ്ടാകുമെന്നൊന്നുമില്ല. ഏതായാലും ആ ആക്രമണത്തിൽ തന്നെ 13 ശാസ്ത്രജ്ഞന്മാരും ഈ പറയുന്ന റവല്യൂഷണറി ഗാർഡിന്റെ തലവനും അല്ലെങ്കിൽ സൈനിക തലവനും ഇന്നലെ ഈ ഇന്റലിജൻസ് തലവനും അല്ലെങ്കിൽ ഇന്റലിജൻസ് മേധാവിയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ടവർ ഉൾപ്പെടെ, അതായത് ഇതിന്റെ കൂടെ തന്നെ ഖമേനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശകൻ, അതുപോലെ തന്നെ ലാബുകൾ, പ്രധാനപ്പെട്ട നഗരങ്ങൾ, ഒരുപക്ഷെ ചാനൽ അവരുടെ ഏറ്റവും നമ്മുടെ ദൂരദർശൻ പോലെയുള്ള ചാനൽ സംപ്രേഷണം ചെയ്യുന്ന കെട്ടിടം. അപ്പം ഒരു യുദ്ധത്തിനകത്ത് ഒരു രാജ്യം തകരാൻ പ്രാപ്തമായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തകർത്ത് ആ രാജ്യത്തെ അന്തഛിദ്രമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇറാന്റെ സ്ഥിരം സ്ട്രാറ്റജി ആയിട്ടുള്ള ആദ്യമേ നേതാവിനെ തട്ടി കാര്യങ്ങൾ നടത്തുന്ന അവസ്ഥയിൽ നിന്ന് ഒരു നേതാവിനെ, ഖമേനിയെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഖമേനിയെ ഇപ്പൊ തൊടണ്ട എന്ന് അമേരിക്ക പറഞ്ഞു, അല്ലെങ്കിൽ വീറ്റോ കൊടുത്തു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വീറ്റോയെ നാളെ കാലത്തെ ലംഘിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് മൊസാദിന്റെ സാന്നിധ്യം ഖമേനിയുടെ അടുത്ത് വരെ ഉണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ഇത്രയും വലിയ സുരക്ഷയുള്ളിടത്ത് നടക്കത്തില്ല, അല്ലെങ്കിൽ മൊസാദും ഇസ്രയേലും ഇറാനകത്ത് പ്രവർത്തിക്കുന്നു എന്നുകൊണ്ടാണ് ഖമേനി ഒളിവിൽ പോയിരിക്കുന്നത്. ഖമേനിയുടെ കാര്യം സുരക്ഷിതമല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ആഹ്വാനത്തിന് ശേഷം ഒരുപക്ഷെ ഖമേനിയെ തട്ടി ആ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രാപ്തമായിട്ട് ഉള്ള
രീതിയിലേക്കുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്കുള്ള ഒരു ഗവൺമെന്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയ ഒരു ഒരുക്കം, അല്ലെങ്കിൽ ഖമേനി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ആ മതരാഷ്ട്ര സംവിധാനം 78-ൽ തുടങ്ങി, ഈ ഖമേനിയിൽ തുടങ്ങിയ ഈ മതരാഷ്ട്ര സംവിധാനം ഇന്ന് ഖമേനിയിൽ വന്നിരിക്കുമ്പോൾ, നാളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഖമേനി അവസാനിപ്പിച്ച് ഈ മതരാഷ്ട്ര സ്വഭാവമുള്ള ഇറാനെ, അല്ലെ മതമൂല്യവാദികളുടെ കയ്യിലുള്ള ഇറാനെ പഴയ പേർഷ്യയിലേക്ക് കൊണ്ടുവരുന്നതിനും അതിനു വേണ്ടി ഷാ ഭരണകൂടത്തിന്റെ പിന്തുണക്കാരനെ ഒരുക്കി നിൽക്കുന്ന ഒരു അമേരിക്കയും ഒക്കെയാണ് ഇപ്പൊ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ഷാ ഭരണാധികാരികളുടെ മകൻ ഇപ്പൊ അമേരിക്കയിലുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് ഇറാന്റെ ഭരണകൂടത്തിനകത്തും ജനങ്ങളുടെ രാഷ്ട്രീയത്തിനകത്തും ഇടപെട്ടുകൊണ്ടും അഭിപ്രായം പറഞ്ഞുകൊണ്ടും വീഡിയോസ് വിട്ടുകൊണ്ടും ഇരിക്കുകയാണ്. ഒരുപക്ഷെ ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ ഈ ഭരണകൂടത്തെ മാറ്റിയിട്ട് ഒരു പൂർണ്ണ ഭരണ സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഇസ്രയേലിന്റെ ശ്രമിക്കുന്നുണ്ട്. അതിന് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്, നാറ്റോ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും സപ്പോർട്ടുണ്ട്. കാരണം ഇതുപോലെ ഒരു മതമൂല്യ രാജ്യം ആയി മുന്നോട്ട് ഇറാൻ പോയാൽ നാളെ കാലത്തെയും സമാധാനത്തിൽ കൂടി കഴിയുന്ന രാജ്യങ്ങൾക്കും ഇസ്രയേലിനുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും നാളെ കാലത്തെയും ഭീഷണിയാണ്. അപ്പം അതുകൊണ്ട് മതമൗലികവാദത്തിന് ഉതകുന്ന ഒരു ഗവൺമെന്റിനെ ഇനി അനുവദിക്കേണ്ട എന്നുള്ള തീരുമാനത്തോടു കൂടി അമേരിക്ക ഉൾപ്പെടെയുള്ളവർ യുദ്ധത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന് തെളിവാണ് ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. അതായത് വമ്പൻ ആക്രമണം, ഇതുവരെ നടത്തിയിട്ടുള്ള ആക്രമണത്തിനപ്പുറം ഇറാനെ തീർക്കുന്നതിന് വേണ്ടി, അല്ലെ ഇറാനത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഇറാനിൽ പുതിയ സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കം ഒന്നിച്ചെടുത്തിരിക്കുന്നു എന്നതിന് തെളിവാണ് G7 നിർത്തി അമേരിക്കയിൽ പോയി ഇത്തരത്തിൽ കാര്യങ്ങൾ ആലോചിച്ച് യുദ്ധക്കപ്പലുകളും പോർവിമാനങ്ങളും മിഡിൽ ഈസ്റ്റിലേക്ക് അടുപ്പിച്ചുകൊണ്ടും, അല്ലെങ്കിൽ നാറ്റോയും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ടും പോകുന്ന ഒരവസ്ഥ. ഈ അവസരത്തിൽ ഇറാന്റെ ഭാഗത്ത് ആരും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ചൈനയിൽ നിന്ന് കുറെ കോപ്പുകൾ അല്ലെങ്കിൽ മിസൈലുകൾ അവിടെ എത്തിച്ചു. അത് കാശ് കൊടുത്താൽ കിട്ടുന്ന കാര്യമാണ്, നേരത്തെയുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇറാൻ വീഴുന്നു, ഈ ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ഈ 78-ൽ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ 78-ലെ വിപ്ലവത്തിന് ശേഷം ഉണ്ടായ ഇസ്ലാമിക രാജ്യം തകരുന്നു. പുതിയൊരു സംവിധാനത്തോടു കൂടി അമേരിക്കയും ഇസ്രായേലും വരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഖമേനി ഒടുവിൽ പോയിരിക്കുന്നത്. ഏതായാലും ഖമേനി എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. ബംഗറിലാണെന്ന് പറയുന്നു. ഔദ്യോഗിക വിശദീകരണം ഒന്നും ഇറാന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഖമേനി ഒളിവിലുണ്ടോ, അതോ ഖമേനി എന്ന് പറയുന്നത് ഒരു വിശ്വാസം മാത്രമാണോ, അത്തരത്തിൽ വിശ്വസിപ്പിച്ചിട്ട് ഇറാൻ നിർത്തിയിരിക്കുകയാണോ എന്നുള്ള കാര്യത്തിലേക്ക് പോലും ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി. അത് ഏതായാലും ആളുകൾ റോഡിലാണ്, പാലായനത്തിലാണ്. അവർ ഖമേനിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്വാതന്ത്ര്യം വേണം. അവരാഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും ഇറാനെ നയിക്കും എന്നുള്ള രീതിയിലേക്കാണ് യുദ്ധം പൊക്കോണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്.